ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ, പുസ്തക പ്രകാശന കർമ്മം കൂടി നിർവഹിക്കുന്ന ഡോക്ടർ ടി.പി. സെൻകുമാർജി, മുഖ്യപ്രഭാഷകൻ ശ്രീ കെ.ജി. വേണുഗോപാൽജി, പുസ്തകം ഏറ്റുവാങ്ങുന്ന അഡ്വക്കേറ്റ് സി മാജി ഹരി, ഗ്രന്ഥകർത്താക്കളായ സന്തോഷ് ഭുവൻജി, വി ആർ മധുസൂദനൻ, ഈ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ സജ്ജനങ്ങളെ എല്ലാവർക്കും സസ്നേഹ നമസ്കാരം. മതപരിവർത്തന തന്ത്രങ്ങളുടെ കേരള സ്റ്റോറി, ഈ പുസ്തക പ്രകാശന കർമ്മത്തിൽ അധ്യക്ഷൻ വഹിക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷവും അതിലുപരി അഭിമാനവുമുണ്ട്. അഭിമാനം പ്രധാനമായി രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന്, കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ചില നടുക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. അത് പ്രകാശന കർമ്മം നിർവഹിക്കാനായി കേരളത്തിലെ മാത്രമല്ല രാജ്യത്തിലെ തന്നെ ഏറ്റവും സത്യസന്ധനായിട്ടുള്ള പോലീസ് ഓഫീസർ ആയിരുന്ന ഡോക്ടർ ടി.പി. സെൻകുമാർജി, കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതല വഹിച്ചിരുന്ന പോലീസ് മേധാവി, അദ്ദേഹം തന്നെ സസന്തോഷം സമ്മതിച്ചു, അദ്ദേഹം തന്നെ അതിന് തയ്യാറായി എന്നുള്ളത് ഈ പുസ്തകം ഉയർത്തിപ്പിടിക്കുന്ന വിഷയങ്ങളുടെ പ്രസക്തിയും പ്രാധാന്യവും ഗൗരവവും ഒരുപോലെ വിളിച്ചു പറയുന്നൊരു കാര്യമാണ്. അതാണ് ഒന്നാമത്തെ അഭിമാനം. അതുപോലെ പങ്കെടുത്ത വിശിഷ്ട വ്യക്തികളുടെ നിര. രണ്ടാമത് പ്രധാനമായി പറയാനുള്ളത്, കേരള സ്റ്റോറി സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കേരള സിനിമ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കൈവെക്കാമോ? ദയവായി കാണണം. നേരത്തെ ആങ്കർ പറഞ്ഞതുപോലെ അത് കേരളത്തിൻ്റെ ഒരു പരിച്ഛേദമാണ്. 3-4 കേസുകൾ മാത്രമാണ് ആ സിനിമയിലൂടെ ലോകത്തെത്തിക്കാൻ കഴിഞ്ഞത്. പക്ഷെ ആയിരക്കണക്കിന് കേരള സ്റ്റോറികൾ നടക്കാതെ പോയതിന് പിന്നിൽ നിശബ്ദമായി പ്രവർത്തിച്ച ഒരു പ്രസ്ഥാനമാണ് ആർഷവിദ്യാസമാജം. ഇതിൻ്റെ പേരിൽ ഇത്രയേറെ വേട്ടയാടപ്പെട്ട, യാതനകൾ അനുഭവിച്ച മറ്റൊരു പ്രസ്ഥാനമോ പ്രവർത്തകരോ ഉണ്ടോ എന്ന് സംശയമാണ്. പലപ്പോഴും അത് ആരും അറിയാറില്ല. നമ്മളെന്തെങ്കിലും ഒരു സംഭവം നടക്കുമ്പോഴാണല്ലോ അറിയുക. ഭീകരവാദത്തിലേക്ക് പോകുമ്പോൾ അറിയും, മനുഷ്യ ബോംബായി പൊട്ടുമ്പോൾ നമ്മൾ തിരിച്ചറിയും. പക്ഷെ അങ്ങനെ ആകാൻ പോയവരെ, ചാവേറാകാൻ പോയവരെ, ആര് പറഞ്ഞാലും കേൾക്കാത്ത രീതിയിൽ മാറിയവരെ തിരിച്ച് നമ്മുടെ ധർമ്മത്തിലേക്ക് കൊണ്ടുവരിക, അതൊന്നും രണ്ടും പേരല്ല, 8,000-ലേറെ പേരെ കൊണ്ടുവരാൻ കഴിയുക, അതിൽ 20ഓളം പ്രവർത്തകരെ സനാതനധർമ്മ പ്രചാരകന്മാരും പ്രചാരികന്മാരുമാക്കുക, അതിൽ 4 പേർ അവരുടെ അനുഭവം വിശദീകരിച്ചുകൊണ്ട് പുസ്തകങ്ങൾ രചിക്കാൻ അവരെ ശക്തരാക്കുക, സമൂഹത്തിൽ നടക്കുന്ന ബ്രെയിൻ വാഷിങ്ങുകളെ എതിരിടാൻ പറ്റിയ രീതിയിൽ ആയിരങ്ങളെ പ്രാപ്തിയുള്ളവരാക്കുക, ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നൊരു പ്രസ്ഥാനമാണ് ആർഷവിദ്യാസമാജം. അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും ചില അനുഭവ സാക്ഷ്യങ്ങളെക്കുറിച്ച് കൂടി ഈ പുസ്തകത്തിൽ വന്നിട്ടുണ്ട്. അത് ആണ് രണ്ടാമത്തെ പ്രധാന അഭിമാനം. നമ്മൾ പലപ്പോഴും സംഭവിക്കാറുള്ള കാര്യം, വലിയ ഒച്ചപ്പാട് ഉണ്ടാകുമ്പോൾ അതിനെപ്പറ്റി മാത്രം ചർച്ച ചെയ്യും, മീഡിയ ശ്രദ്ധ അതിൽ പതിയും, പിന്നീട് അതെല്ലാം വിട്ടുകളയും. കേരള സ്റ്റോറിയും വിട്ടുകഴിഞ്ഞു.
പക്ഷെ നിരവധി കേരള സ്റ്റോറികൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും നമ്മളറിയാതെ. ഈ പുസ്തകം അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അന്ന് ഈ സിനിമ പുറത്തിറങ്ങിയ സമയത്ത് നമുക്കെല്ലാവർക്കും അറിയാം, വൻ വിവാദമാണ് ഉണ്ടായത്. ഭാരതത്തെ അപമാനിക്കുന്ന സിനിമകൾ ഇറക്കിയാൽ പോലും വളരെ സന്തോഷപൂർവ്വം അത് നമ്മൾ സ്വീകരിക്കാറുണ്ട്. ഭാരതം തകരട്ടെ എന്ന രീതിയിൽ മുദ്രാവാക്യം മുഴക്കിയവർക്ക് പോലും അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് വാദിക്കുന്ന നാടാണ് നമ്മുടെ. ഇങ്ങനെയൊക്കെ പറയുന്നവർ നമ്മുടെ നാട്ടിൽ നമുക്കെല്ലാം നാണക്കേടുണ്ടാക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ വേട്ടയാടപ്പെട്ടു ഈ സിനിമയുടെ പ്രവർത്തകരും പൊതുവെ ഈ സിനിമയെ അനുകൂലിച്ച എല്ലാവരും. പക്ഷെ പലർക്കും ഇതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യം, അവർ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ സത്യമായിരുന്നിട്ട് പോലും അവർ അതിനെപ്പറ്റി ചിന്തിക്കാൻ തയ്യാറായില്ല. നമുക്കറിയാം, കേരള സ്റ്റോറി സിനിമയിലെ നായിക കഥാപാത്രവും തിരുവനന്തപുരത്തുകാരി നിമിഷ ഫാത്തിമയുമായിട്ടുള്ള അടുപ്പം നമുക്കെല്ലാവർക്കും അറിയാം. ചെറിയ ചില വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അത് തന്നെയാണ് എന്ന് ആർക്കാണ് അറിയാത്തത്? കേരളത്തിലെ ഒരു പിഞ്ചു കുഞ്ഞടക്കം 4-5 പേർ അഫ്ഗാൻ ജയിലിലാണെന്ന് ആർക്കാണ് അറിയാത്തത്? IS പോരാടാനായിട്ട് ഈ കൊച്ചു കേരളത്തിൽ നിന്നാണ് ഏറ്റവും അധികം ആൾക്കാർ പോയതെന്ന് ആർക്കാണ് മനസ്സിലാകാത്തത്? ഇപ്പോൾ അഫ്ഗാൻ ജയിലിൽ കഴിയുന്ന കുറേയേറെ ജിഹാദികളിൽ 7 പേർ ഇന്ത്യക്കാരാണ്. അതിൽ 5 പേരും മലയാളികളാണ്. ബംഗ്ലാദേശികൾ പോലും 2 പേരേ ഉള്ളൂ. മാലിയിൽ നിന്ന് ഒരാളേ ഉള്ളൂ. ഇതൊക്കെ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷ തെളിവുകളായിരുന്നിട്ടും അങ്ങനെയൊന്നില്ല, നടക്കുന്നേ ഇല്ല, അങ്ങനെ സംഭവമേ ഇല്ല. ലവ് ജിഹാദ് എന്ന് പറഞ്ഞ സംഭവമില്ല. മതപരിവർത്തനങ്ങൾ നടക്കുന്നേ ഇല്ല. മതപരിവർത്തനങ്ങൾ വഴി തീവ്രവാദത്തിലേക്കോ ഭീകരവാദത്തിലേക്കോ മതമൗലികവാദത്തിലേക്കോ പോയ ഒറ്റ സംഭവം പോലുമില്ല എന്ന് സ്വയം പറയുകയും സ്വയം വിശ്വസിപ്പിക്കുകയും മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നൊരു വിചിത്ര നാടാണിവിടെ. ആ സമയത്താണ് ഈ പുസ്തകം ഇറങ്ങിയത്. ഇനിയും തിരിച്ചറിയാനുള്ള നമ്മൾ വിവാദമൊക്കെ കെട്ടിയടങ്ങിയ സമയമാണ്. പക്ഷേ തിരിച്ചറിവ് കൂടി, വിവാദത്തിനപ്പുറം തിരിച്ചറിവ് കൂടി ഉണ്ടാകണം എന്നുള്ള ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് സന്തോഷ് ബോബൻജി പുസ്തകം എഴുതിയത്. അതിന് അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. ഈ കൊച്ചു കേരളത്തിൽ 60-ലേറെ ദുരൂഹ മരണങ്ങളാണ് ലവ് ജിഹാദിൻ്റെ പേരിലുണ്ടായത്. ആയിരക്കണക്കിന് കുടുംബ തകർച്ചകൾ. കുടുംബം ഭാര്യയും ഭർത്താവും പോയി ആത്മഹത്യ ചെയ്ത സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് പോലും നിശ്ചയിക്കാതെ കൊല്ലപ്പെട്ടവർ, സെക്സ് റാക്കറ്റിൽ കുടുങ്ങിയവർ, മയക്കുമരുന്ന് ശൃംഖലയിൽ അതിൻ്റെ വലയിൽപ്പെട്ടവർ, നിരവധി പത്രവാർത്തകൾ വരുന്നുണ്ട്. അധോലോകത്തിൻ്റെ പിടിയിലായവർ. പക്ഷെങ്കിലും ഇതൊന്നുമില്ല എന്ന് പറയുന്ന ഒരു ജനത, അവരെയാണ് നമ്മൾ ഉണർത്തേണ്ടത്. അത് വെല്ലുവിളി വലുതാണ്. പക്ഷേ നിശ്ചയദാർഢ്യത്തോടുകൂടി ശ്രമിച്ചാൽ അസാധ്യമായ ഒന്നുമില്ല. ഈ പുസ്തകം അതിനുള്ള ഒരു ദിശാബോധം തരട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ലവ് ജിഹാദ് എന്ന് സാധാരണ പറയുന്നതിനേക്കാൾ നല്ലത് ലവ് ട്രാപ്പ് ജിഹാദ് എന്ന് പറയാനാണ്. പ്രണയം നല്ലതാണ്, പക്ഷേ ലവ് ട്രാപ്പ് ജിഹാദ് അങ്ങനെ വിളിക്കാനാണ് ഇഷ്ടം. പക്ഷേ ലവ് ജിഹാദ് എന്നാണ് ഏറെ പ്രചാരമുള്ള പദം, അതുകൊണ്ടത് സ്വീകരിക്കുന്നു. ഈ ലവ് ജിഹാദ് എന്താണെന്ന് പോലും അറിയാതിരിക്കുന്നവർ ഏറെ ഇനിയും ഉണ്ട്. ഇതറിയാതെയാണ് ഇതില്ലെന്നും ഉണ്ടെന്നും പറയുന്നവർ നമുക്കിടയിൽ. വിദ്യാസമാജം തിരിച്ചു കൊണ്ടുവന്ന ആയിരക്കണക്കിന് കേസുകളിൽ ഭൂരിഭാഗവും ഇതായിരുന്നു, ലവ് ജിഹാദ്. എന്താണ് ലവ് ജിഹാദ് എന്ന് വിളിക്കുന്ന പ്രതിഭാസം? ഈ ആ പേരിനോട് വിരോധമുണ്ടെങ്കിൽ മാറ്റിക്കൂ. പക്ഷെ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രണയവഞ്ചന, പ്രണയനാട്യം, വിവാഹാലോചന, ബ്ലാക്ക് മെയിലിംഗ്, ലൈംഗിക ചൂഷണം, ഇങ്ങനെ സ്ത്രീ പുരുഷ ബന്ധങ്ങളിലൂടെ ഒരു വ്യക്തിയെ
മതപരിവർത്തനം ചെയ്യുക. ഫസ്റ്റ് മതമൗലികവാദ ചിന്ത കുത്തിവെക്കുക. രണ്ടാമത്തത് മറ്റുള്ളവരെ കൂടി ആ മതത്തിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ അവരെ ഒരു മിഷണറി സിസ്റ്റത്തിലേക്ക് മാറ്റുക. അതുപോലെ അതിൽ ചിലരെ ഭീകരവാദ പാളയത്തിലേക്ക് എത്തിക്കുക. ഇങ്ങനെയുള്ള എല്ലാ പ്രതിഭാസങ്ങളെയും കൂടി കൂട്ടിപ്പറയുന്ന ഒറ്റ പദമാണ് ലവ് ട്രാപ്പ് ജിഹാദ് അല്ലെങ്കിൽ ലവ് ജിഹാദ്. രണ്ടാമത്തെ തെറ്റിദ്ധാരണ, ചിലരുടെ വിശ്വാസം ലവ് ജിഹാദ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അതാണ് ഏറ്റവും അപകടകരമായ തെറ്റിദ്ധാരണ. ലവ് ജിഹാദ് മാത്രമല്ല, ലവ് ജിഹാദ് പോലെ ഈ പറയുന്ന തീവ്രവാദ ഭീകരവാദ പാളയത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് 30-ലേറെ പദ്ധതികളുണ്ട്. അതിൽ ഇൻഡോക്ട്രിനേഷൻ ജിഹാദ് എന്ന് വിളിക്കുന്ന ബ്രെയിൻ വാഷിംഗ് ജിഹാദാണ് ഏറ്റവും ശക്തം. ഒരു പ്രേമവും ഇല്ലാത്തവർ തന്നെ അതിൽ കുടുങ്ങാറുണ്ട്. ഈ ലവ് ജിഹാദിൽ കുടുങ്ങിയവരെ വരെ ഈ ഇൻഡോക്ട്രിനേഷൻ ജിഹാദിലൂടെയാണ് ഭീകരവാദത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇൻഡോക്ട്രിനേഷൻ ജിഹാദ് അല്ലെങ്കിൽ ബ്രെയിൻ വാഷിംഗ് ജിഹാദ് അല്ലെങ്കിൽ റാഡിക്കലൈസേഷൻ ജിഹാദ് ആദ്യമായിട്ട് വരും, അല്ലെങ്കിൽ രണ്ടാമതായിട്ട് വരും. അങ്ങനെ കുടുങ്ങിയവർ മാത്രമാണ് ഭീകരവാദികളാകുന്നത്. അല്ലാത്തവർ ചിലപ്പോൾ കല്യാണത്തിൽ മാത്രം ഒതുങ്ങും. അപ്പോൾ ഏറ്റവും ഭയപ്പെടേണ്ടത് ഈ ബ്രെയിൻ വാഷിംഗ് ജിഹാദ് എന്ന് പറയുന്ന കാര്യത്തെയാണ്. 30-ലേറെ ജിഹാദിയൻ പ്രൊജക്റ്റുകളുണ്ട്. അതിശക്തമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളാരും അറിയാതെ. പല സംഘടനകളൊക്കെ നിരോധിക്കപ്പെട്ടു, പക്ഷെ നമ്മൾ അറിയുന്നില്ല, അവർ വെറുതെ ഇരിക്കുന്നില്ല. നേതാക്കൾ ജയിലിലായെങ്കിലും പല മാർഗത്തിലൂടെ, വ്യായാമശാലകളിലൂടെ, പല രീതിയിൽ ഇത് നമ്മളുടെ ഇടയിൽ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ അറിയണം, അറിയിക്കണം. കേരള സ്റ്റോറി വിവാദമായ സമയത്ത് ഈ പറഞ്ഞ പേരുകളെക്കുറിച്ച് ആരെങ്കിലും ചർച്ച ചെയ്യുന്ന കണ്ടോ? ഇതില്ലെന്ന് പറയുന്നവർ, ഈ പറയുന്ന പേരുകളെ അവരുടെ സംഭാഷണങ്ങളിൽ പോലും കടന്നു വരാതിരിക്കാൻ ശ്രദ്ധിച്ചു അവർ. നമുക്കറിയാം, നിമിഷ ഫാത്തിമ, ആറ്റുകാൽ ട്രസ്റ്റി, ബിന്ദു സമ്പത്തിൻ്റെ മകൾ. സോണിയ സെബാസ്റ്റ്യൻ, തൃശ്ശൂരത്തെ ഐഷ എന്ന പേര് മതം മാറിയ കുട്ടി. മെറിയം, എറണാകുളം. ബക്സൺ, ക്രിസ്ത്യാനിയായിട്ട് ഈസ എന്ന പേരിൽ ഇസ്ലാം മതത്തിലേക്ക് മാറിയ യുവാവ് കൊല്ലപ്പെട്ടു. അയാളുടെ സഹോദരൻ ബെസ്റ്റിൻ യാഹ്യ എന്ന പേരിൽ ഇസ്ലാമിലേക്ക് മതം മാറ്റി കൊല്ലപ്പെട്ടു. ഇവരുടെ പേരുകളൊന്നും ചർച്ചയ്ക്ക് പോലും വന്നില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം, കൗതുകകരമായ കാര്യം. രസകരമായ കാര്യമല്ല, ഏറ്റവും വിചിത്രമായ കാര്യം. ഇവർ ഇപ്പോഴത്തെ അവസ്ഥ, ഇതിൽ 2 പേർ, ബെസ്സിനും യഹ്യയും ഈസയും കൊല്ലപ്പെട്ടു. മറ്റുള്ളവർ ഇന്ന് അഫ്ഗാൻ ജയിലിലാണ്. നിമിഷ ഫാത്തിമയുടെ കുട്ടി ഉമ്മു കുൽസു കൂടി ഉണ്ട്. ഇവരെങ്ങനെ അവിടെ എത്തി? ഇവർ ദാരിദ്ര്യം ഉള്ള വീടുകളിലുള്ളവരല്ല, വിദ്യാഭ്യാസവും ഉള്ളവരാണ്. ഇവരെങ്ങനെ അവിടെ എത്തി? ഇവരെത്തിക്കാൻ ഇവിടുന്ന് നേരിട്ടങ്ങോട്ട് സിറിയയിലേക്കോ അഫ്ഗാനിലേക്കോ എത്താൻ ഒരാൾക്ക് എങ്ങനെയാണ് കഴിയുക? ആ ഏജൻസികൾ ഏതാണ്? അവരിപ്പോഴും ഇവിടെ ഉണ്ടോ? അടുത്ത ഇരകളെ നോക്കിക്കൊണ്ടവർ പുതിയ വലകൾ വിരിച്ചുകൊണ്ടിരിക്കുകയാണോ? അന്വേഷണം വേണ്ടേ? ഇതൊന്നും പ്രസക്തമല്ല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട ഗൗരവമായ കാര്യം. കാശ്മീരിൽ പിടിയിലായ വനിതാ തീവ്രവാദി മുംതാസ് ഹാസില മാലിക്കിനെ ചോദ്യം ചെയ്തപ്പോൾ കിട്ടിയ വിവരം ഞെട്ടിപ്പിക്കുന്നതാണ്. കേരളത്തിൽ നിന്ന് ഭീകരവാദ റിക്രൂട്ട്മെൻ്റ് ഉണ്ടെന്ന് വളരെ വ്യക്തമായി ഉള്ള തെളിവുകൾ വരെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഏജൻസിക്ക്. പോപ്പുലർ ഫ്രണ്ട് നേതാവ് സൈനബയെ ഏഷ്യാനെറ്റ് ചാനലിലേക്ക് ഇൻ്റർവ്യൂ നടത്തി. അവർ തന്നെ അതിൻ്റെ ഫണ്ടിങ് വരുന്നതിനെക്കുറിച്ചൊക്കെ ആ ചാനലിൽ പറയുന്നു. അറിയാതെ പറഞ്ഞു പോയതാണ്, അവരത് റെക്കോർഡ് ചെയ്തു. അതുപോലെ വിവിധ അന്വേഷണ ഏജൻസികൾ, നമ്മുടെ കൂടെയുള്ള ഡോക്ടർ സെൻകുമാർജിയെപ്പോലുള്ള നിരവധി പോലീസ് ഓഫീസർമാർ, കേരള മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതി ജസ്റ്റിസ് ആയിരുന്ന ശ്രീ KT ശങ്കരൻ സാറൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആരും അതൊന്നും ചർച്ചയിൽ പോലും വരാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചു. പറഞ്ഞു ചോദിക്കുന്ന മതപരിവർത്തനം ഒരാളുടെ വ്യക്തിപരമായ കാര്യമല്ലേ, ഭീകരവാദവുമായിട്ട് എന്ത് ബന്ധമെന്നാണ്?
നമ്മളങ്ങനെയാണ് കരുതിയിരുന്നത്. പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ. അല്ലെങ്കിൽ മതം മാറ്റപ്പെട്ട ഇവരെങ്ങനെ സിറിയയിൽ ലോകത്തിന് തന്നെ എതിരെ ഭീകരവാദികളായിപ്പോയി? ഞാൻ ചില കണക്കുകൾ പറയാം. എന്നെക്കാൾ നന്നായിട്ട് പറയാനായിട്ട് സെൻകുമാദിക്ക് സാധിക്കും. എങ്കിലും എൻ്റെ ഇതുവരെയുള്ള അനുഭവം കൊണ്ട് ശേഖരിച്ച ചില കണക്കുകൾ, ഇത് അന്വേഷണ ഏജൻസികളൊക്കെ പുറത്തുവിട്ട കാര്യങ്ങൾ മാത്രമാണ്, പുറത്തുവിടാൻ ധാരാളം കിടക്കുന്നു. എങ്ങനെയാണ് മതം മാറ്റത്തിലൂടെ ഭീകരവാദത്തിലേക്ക് പോയ ചിലരുടെ കണക്കുകൾ ഒന്ന് ശ്രദ്ധിക്കുക. ഒന്നാമത്, ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ പാകിസ്ഥാൻ ട്രെയിൻഡ് ടെററിസ്റ്റ് എന്ന് വിളിക്കുന്ന ഇമാം അലിയാണ്. നമ്മുടെ നാട്ടുകാരൻ ഇമാം അലിയുടെ പഴയ പേര് ഹരികുമാർ എന്നായിരുന്നു അത്രേ. ഇയാളാണ് 93 ചെന്നൈയിൽ RSS കാര്യാലയം ആക്രമിച്ച് 11 പേർ മരിച്ചു. അതിൽ ഭീകര സംഭവത്തിലെ 1-ാം പ്രതിയാണ്. ഒളിവിൽ കഴിയവേ ബാംഗ്ലൂർ വെച്ച് തമിഴ്നാട് പോലീസിൻ്റെ വെടിയേറ്റ് മരിച്ചു. ഇതാണ് ആദ്യത്തെ നമ്മളറിയുന്ന കേസ്. പിന്നെ ഹൈദരലി എന്ന് പറഞ്ഞ ആൾ, മധുരയിൽ വെച്ച് ഇസ്ലാമായിട്ട് മതപരിവർത്തനം ചെയ്ത് ഭീകരവാദത്തിലേക്ക് പോയ ആൾ. സയ്യിദ് അലവി, പളനി ബാബ, ഇതൊക്കെ തമിഴ്നാട്ടിലുള്ളവരാണ്. മതപരിവർത്തനത്തിലൂടെ ഭീകരവാദത്തിലേക്ക് പോയവരുടെ കണക്ക് മാത്രം ഞാൻ പറയുന്നത്, അല്ലാതുള്ള ഭീകരവാദികൾ നിരവധിയുണ്ട്. അതുപോലെ കോയമ്പത്തൂർ ബോംബ് സ്ഫോടനത്തിലെ ആസൂത്രകർ എന്ന് വിളിക്കുന്ന ബാഷ അൻസാരി, ഇവരുടെ കുടുംബം ഈ ഗൗണ്ടർ സമുദായത്തിൽപ്പെട്ടവരായിരുന്നു തമിഴ്നാട്ടിൽ. അപ്പം അച്ഛൻ മതം മാറി ഇവരെ മദ്രസയിലൂടെ ട്രെയിനിങ് കിട്ടി രാജ്യത്തിനെതിരെ തന്നെ പോരാടാൻ പറ്റുന്ന രീതിയിൽ ഭീകരവാദികളായി. ഒരു ഈശ്വരനെ മാറിയതല്ല, ഗണപതിയെ വിട്ട് സുബ്രഹ്മണ്യനെ മാറിയതുപോലെ അല്ല അത്. ഈ രാജ്യത്തിനെതിരെ, പിറന്ന നാടിനെതിരെ പോലും യുദ്ധം ചെയ്യുന്ന മാനസികാവസ്ഥയിലേക്ക് ഇവരെങ്ങനെ എത്തിയെന്ന് അന്വേഷിക്കണ്ടേ? മണി യൂസഫ് എന്ന പേരിൽ മതം മാറി. ഇയാൾ കോയമ്പത്തൂർ തൂത്തുക്കുടി സ്വദേശിയാണ്. മതം മാറിയ ആളാണ്. മദനിയോടൊപ്പം 9 വർഷം ജയിലിൽ കിടന്ന ആളാണ്. അതുപോലെ കൊല്ലം ആലിൻചുവട് സ്വദേശി ബാലചന്ദ്രൻ, ഇദ്ദേഹം ബിലാൽ എന്ന പേരിൽ മതം മാറി. ബിലാൽ മതം മാറിയത് മദനിയുടെ സ്വാധീനത്തിലാണ് മാറിയത്. അദ്ദേഹമാണ് പാകിസ്ഥാനിൽ നിന്ന് കള്ളനോട്ടുകൾ കൊണ്ടുവന്ന കേസിൽ അറസ്റ്റിലായ ഒരാളാണ് ഇദ്ദേഹമാണ് ഈ ബിലാൽ. അതുപോലെ വളരെ കോളിലൊക്കെ സൃഷ്ടിച്ച മറ്റൊരു പേരാണ് പ്രാണേഷ് കുമാർ. ഇദ്ദേഹം ജാവേദ് ഗുലാം മുഹമ്മദ് ഷെയ്ഖ് എന്ന പേര് മതം മാറി. ഹരിപ്പാട് ഗോപിനാഥ പിള്ള മകൻ പ്രാണേഷ് കുമാറാണ്. ഇദ്ദേഹം ജാവേദായി മതം മാറി. നമ്മൾ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കേസാണത്. ഗുജറാത്തിൽ നരേന്ദ്രമോദിജി അന്ന് മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം വധിക്കുവാൻ വേണ്ടി ഒരു സായുധ തീവ്രവാദ സ്ക്വാഡ് പോയി. അതിലംഗമായിരുന്നു നമ്മുടെ പ്രാണേഷ് കുമാർ. ഇത് കേന്ദ്ര ഇൻ്റലിജൻസ് ഏജൻസികൾ, അന്ന് UPA ഭരണമാണ്, ആലോചിക്കണം. BJP മുന്നണിയല്ല ഭരിക്കുന്നത്. എന്നിട്ട് അവർ മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്ന് ഗുജറാത്ത് പോലീസ് ഇവരെ പിന്തുടരുകയും പോലീസുമായുള്ള ഏറ്റുമുട്ടൽ ഇവരൊക്കെ കൊല്ലപ്പെടുകയും ചെയ്തു. നമുക്ക് അന്ന് ഈ പ്രാണേഷ് കുമാറിനെ കുറിച്ച് പലർക്കും അറിയില്ല. ഇവിടെയൊക്കെ നല്ല ആളായിരുന്നു. ഈ നല്ലയാൾ എങ്ങനെ ഇതുപോലെ ഭീകരവാദിയായി, ചാവേറാകാൻ പോകുന്ന മാനസികാവസ്ഥ എങ്ങനെ വന്നു? ഇദ്ദേഹത്തോടൊപ്പം കൊല്ലപ്പെട്ട 2 പേർ പാകിസ്ഥാൻ പൗരന്മാരായിരുന്നു. സീസാൻ ജോഹർ, അംജദ് അലി. അതുപോലെ തന്നെ ഇസ്രത് ഖാൻ എന്നൊരു വനിതയും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. ഈ ഇസ്രത് ഖാൻ തങ്ങളുടെ ചാവേർ വനിതയാണെന്ന് ലഷ്കർ-ഇ തോയ്ബ തന്നെ അവരുടെ വെബ്സൈറ്റിലൂടെ അവകാശപ്പെട്ടു. നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് വിശ്വാസമില്ല, പക്ഷേ ലഷ്കർ-ഇ തോയ്ബ പറയുന്നു ഞങ്ങളുടെ ആളാണെന്ന് പറയുന്നു. പിന്നെ ഹെഡ്ലി എന്ന് പറയുന്ന ആളുടെ മൊഴിയിലും ഇതെല്ലാം വ്യക്തമായതാണ്. എങ്ങനെ പ്രാണേഷ് കുമാർ തീവ്രവാദിയായി? അന്വേഷിക്കണ്ടേ? ഒരാൾ മതം മാറുമ്പോൾ എങ്ങനെ ഭീകരവാദത്തിലേക്ക് പോകുന്നു ഒന്ന് അന്വേഷിക്കണ്ടേ? ശിവറാം, എറണാകുളം തമ്മന സ്വദേശിയാണ് ശിവറാം. അദ്ദേഹം ഫത്തഹ് എന്ന പേരിൽ മതം മാറി. പാകിസ്ഥാന് പരിശീലനം നേടി കാശ്മീർ റിക്രൂട്ട്മെൻറ്റ് കേസിലെ പിടികിട്ട പുള്ളിയാണ്. വർഗീസ് ജോസഫ്, അബ്ദുൾ ജബ്ബാർ എന്ന പേര് മതം മാറി. എറണാകുളം സ്വദേശിയാണ് വർഗീസ് ജോസഫ്. കോഴിക്കോട് മതപരിവർത്തന കേന്ദ്രത്തിലൂടെ അബ്ദുൾ ജബ്ബാറായി മതം മാറി. കാശ്മീരിൽ സുരക്ഷാ ഭടന്മാരുമുള്ള ഏറ്റുമുട്ടൽ കൊല്ലപ്പെട്ടു. വേലായുധൻ, എറണാകുളം കുന്നത്തുനാട് അയ്യപ്പൻ കാളി മകൻ വേലായുധൻ മുഹമ്മദ് ബിലാലായി മതം മാറി. അതിലും മദനിയുടെ സ്വാധീനമുണ്ട്. ഇപ്പോൾ തീവ്രവാദ സംഘടനയിലെ സജീവ സാന്നിധ്യമായിരുന്നു. പിന്നെ മനോജ് കുമാർ ബെൻവലാർ ഗുപ്ത, മുഹമ്മദ് അലി എന്ന മുന്നാഭായ് എന്ന പേര് മതം മാറി. ഇത് മുംബൈക്കാരനാണ്. 93 മാർച്ച് 12 മുംബൈ സ്ഫോടന കേസിൽ സ്ഫോടന ഗൂഢാലോചനയിൽ പങ്കുചേരുകയും സ്ഫോടന വസ്തുക്കൾ സ്ഥലത്തെത്തിക്കാൻ ടൈഗർ മേമനെ സഹായിക്കുകയും ചെയ്തു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങി മുങ്ങിയ പ്രതിയെ
28/8/2013 കണ്ണൂരിലെ ഭാര്യ വീട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. ഇതിനൊരു കേരള ബന്ധമുണ്ട്. സുലോചന തൃശ്ശൂർ മണ്ണുത്തി സ്വദേശിനിയാണ്. കാശ്മീർ തീവ്രവാദ റിക്രൂട്ട്മെൻറ്റ് കേസിൽ പോലീസ് അന്വേഷിക്കുന്ന മുഖ്യ കണ്ണിയാണ്. സുബേദ എന്ന പേര് മതം മാറി കഴിഞ്ഞാണ് ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾ ചെയ്തത്. പാകിസ്ഥാനിലേക്ക് കടന്നു എന്നാണ് സംശയം. അതുപോലെ ചെന്നൈ സ്വദേശിനി അശ്വതി സുറുമി എന്ന പേരിൽ മതം മാറിക്കഴിഞ്ഞാണ് ഭീകരവാദ പാളയത്തിലേക്ക് പോയത്. തീവ്രവാദ പ്രസ്ഥാനമായ പോപ്പുലർ ഫ്രണ്ടിലെ, ഇവിടെയുണ്ട് പോപ്പുലർ ഫ്രണ്ട്, അന്ന് ഇപ്പോൾ നിരോധിക്കപ്പെട്ടു, അതിൻ്റെ പ്രവർത്തകയായിരുന്നു. പല തീവ്രവാദ കേസുകളെ പ്രതിയാണ്, ഇപ്പോൾ ഒളിവിലാണ്. ദീപ ചെറിയാൻ, ഷാഹിന എന്ന പേര് മതം മാറി ഗൾഫിൽ കുടുംബവുമൊത്ത് താമസിച്ചിരുന്ന ദീപ അവിടെ ഡ്രൈവറായിരുന്ന നൗഷാദിനെ പ്രണയിച്ച് മതം മാറി തടിയൻ്റെവള നസീറിന് ജയിലിൽ വെച്ച് വ്യാജ സിം കാർഡുകൾ എത്തിച്ചു കൊടുത്തതിൽ പിടിയിലായി. ഇപ്പോൾ ചില മയക്കുമരുന്ന് റാക്കറ്റിലൊക്കെ സജീവമാണ്, അറസ്റ്റിലായിട്ടുണ്ട്. മാധുരി ഗുപ്ത പാകിസ്ഥാൻ സ്വദേശിയാണ്. ജാംഷദ് എന്ന ഒരു പാകിസ്ഥാൻകാരനുമായി ഒരു പ്രണയം വന്നു, പിന്നെ മതം മാറി. വളരെ വലിയ രാജ്യ രഹസ്യങ്ങൾ തന്നെ, അന്താരാഷ്ട്ര രീതിയിൽ പ്രാധാന്യമുള്ള ചില രാജ്യ രഹസ്യങ്ങൾ കൈമാറി. അത് അറസ്റ്റിലായി. 2010 മെയ് മാസത്തിലാണ് ഇത് അറസ്റ്റിലായത്, ഈ മാധുരി ഗുപ്ത. അപ്പോഴാണ് ഇതിൻ്റെ ഈ ബന്ധം, മതം മാറിയ കാര്യം പോലും നമ്മുടെ അന്വേഷണ ഏജൻസി അറിയുന്നത്. അതുപോലെ ഐഷ ബാനു എന്ന പേര് മതം മാറി. മംഗലാപുരം മടിക്കേരി സ്വദേശിനിയായ ആശ സുബൈർ എന്ന മുസ്ലിം യുവാവുമായിട്ടുള്ള പ്രേമത്തെ തുടർന്നാണ് ഐഷ മതം മാറിയത്. അപ്പോൾ ഇത് 2014 ലോക്സഭാ പ്രചരണ വേദിയിൽ വെച്ച് നരേന്ദ്രമോദിയെ വധിക്കാനായിട്ടുള്ള വലിയ ബൃഹത്തായ പ്ലാൻ ഉണ്ടാക്കി. അതിലെ മുഖ്യ കണ്ണിയാണ് നമ്മുടെ ആശ, പിന്നീട് ഐഷ ബാനു എന്നിവർ മതം മാറിയത്. അതിനകത്ത് ഈ സ്ഫോടനം നടത്തുന്ന വേറൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. ഈ സ്ഫോടനം നടത്തിയിട്ട് ഹിന്ദുക്കളുടെ തല വയ്ക്കാൻ വരെ ശ്രമിച്ചിരുന്നു. ഇതിനൊരു ഹിന്ദു ഭീകരതയുടെ ടച്ച് വരുത്താൻ വേണ്ടി ഇവൾ ചെയ്ത കാര്യം, ആക്രമണത്തിന് ഹിന്ദു മുഖം നൽകാനായിട്ട് 4 ഹിന്ദു യുവാക്കളെ വശത്താക്കിയിട്ട് അവരുടെ അക്കൗണ്ടിലൂടെയാണ് ഇതിന് വേണ്ട പണമെല്ലാം കൊണ്ടുവന്നത്. 50ഓളം അക്കൗണ്ടുകളും 100ലേറെ സിം കാർഡുകളും പാകിസ്ഥാൻ അടക്കമുള്ള ഇസ്ലാമിക രാജ്യങ്ങളിലെ കോടിക്കണക്കിന് രൂപയുമാണ് ഇവരിന്ന് പിടിച്ചെടുത്തത്, ഈ ഐഷ ബാനുവിൽ നിന്ന്. ഇതൊക്കെ വെറുതെ കിട്ടുമോ ഒരാൾക്ക്? വേറെ ബന്ധങ്ങളില്ലേ? അടുത്ത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പേരാണ് പുലസ്തനി രാജേന്ദ്രൻ. ശ്രീലങ്കയിലെ സ്ഫോടനത്തിന് പിന്നെ പ്രവർത്തിച്ച ഒരു വനിതയാണ്, മരിച്ചുപോയി. പുലസ്തനി രാജേന്ദ്രൻ തിരുവനന്തപുരത്തെ നിമിഷ ഫാത്തിമയെ പോലുള്ള അനുഭവം തന്നെയാണ് ഈ പുലസ്തനി രാജേന്ദ്രനും. ഒരാളെ പ്രേമിക്കുന്നു, ആ പ്രേമത്തിന് പോയി മതം മാറുന്നു, ആ മതത്തിൻ്റെ ഭാഗമാണെന്നറിയുമ്പോൾ അയാൾ മാറുന്നു, പിന്നെ വേറൊരാളുമായിട്ട് വിവാഹം നടക്കുന്നു. അങ്ങനെയാണ് നിമിഷ ഫാത്തിമയുടെ. പോകില്ല എന്നുറപ്പായി കഴിഞ്ഞ് വേറെ ആൾ വരുന്നു. ആ പുലസ്തനി രാജേന്ദ്രനാണ് ശ്രീലങ്കയിലെ സ്ഫോടനത്തിൻ്റെ വലിയ പങ്ക് വഹിച്ചത്. അന്ന് കുട്ടികളടക്കം 300 പേരാണ് ശ്രീലങ്കയിലെ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത്. ഇവർ മതം മാറി ഇല്ലായിരുന്നുവെങ്കിൽ അവർ ചിലപ്പോൾ ഒരുപക്ഷെ മരിക്കില്ലായിരുന്നു. അതുപോലെ പ്രജ്ഞാദേവനാഥ്, ഐഷ ജന്നത്ത് മൊഹോന എന്ന പേര് മതം മാറിയത് കൽക്കത്തയിലെ ഹുഗ്ലി സ്വദേശിനി. നിരവധി പേരുകളുണ്ട്, ഞാൻ സമയക്കുറവുകൊണ്ട് പറയാൻ പറ്റില്ല. സിദ്ധാർത്ഥ് അബ്ദുൾ റുമേസ് എന്ന പേര് മതം മാറി. അദ്ദേഹമാണ് കൺവെർട്ടഡ് ഹിന്ദു ന്യൂ ജിഹാദി ജോൺ എന്നിവയിൽ അറിയപ്പെടുന്നത്. സിദ്ധാർത്ഥ് ആണ്, നമ്മുടെ സിദ്ധാർത്ഥാണ്. പേര് മാറിയത് അബ്ദുൾ റുമേസ് എന്ന പേരിലാണ്. അതുപോലെ രാഹുൽ നായർ, രാഹുൽ അബ്ദുള്ള എന്ന പേര് മതം മാറി. ഇദ്ദേഹവും വളരെ വലിയ അന്വേഷണ ഏജൻസികളൊക്കെ ഈയിടെ 2021 ചർച്ചാ വിഷയമാക്കിയതാണ്. അതുപോലെ പ്രജു, ഇത് പിണറായി വിജയൻ തന്നെ, മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ പേരാണ് പ്രജു ഭീകരവാദ പാളയത്തിലെത്തിയെന്ന് അദ്ദേഹം പറയുമ്പോഴാണ് കേരളം അറിയുന്നത്. പക്ഷേ പിണറായി വിജയൻ ഒരു കാര്യം ചെയ്തു, ഇത് ഹിന്ദു ആണെന്ന് പ്രജുവിൻ്റെ പേരാണ് പറഞ്ഞത്. പക്ഷെ അദ്ദേഹം മുഹമ്മദ് അമീൻ എന്ന പേരിൽ മതം മാറിയിരുന്നു, അത് പറഞ്ഞില്ല. അജു പോയി ഇസ്ലാമിക ഭീകരവാദത്തിലേക്ക് പോയെന്നാണ് പറഞ്ഞത്, ഇദ്ദേഹം മതം മാറിയ കാര്യം പറഞ്ഞില്ല. അതുപോലെ ഒരു ക്രിസ്ത്യൻ യുവാവാണ് അബു ലിബിയയിൽ IS ചാവേറായി പ്രവർത്തിച്ചത്. അത് മധ്യ തിരുവിതാംകൂറിലെ ക്രിസ്ത്യൻ കുടുംബത്തിലാണെന്ന് വന്നിട്ടുണ്ട്. അയാളുടെ പേര് അത് അറിയില്ല, പഴയ പേരറിയില്ല. ഇതൊക്കെ അന്വേഷണ ഏജൻസികൾ പുറത്ത് വിട്ട കേസാണ്. അതുപോലെ എത്രയോ നർക്കോട്ടിക് കേസുകൾ. ഇടയ്ക്ക് വർഷ എന്ന ടിക്ടോക്ക് താരം തന്നെ ഇതിൽ കുടുങ്ങിയെന്ന് നമുക്കറിയാം. അങ്ങനെ നിരവധി ഈ മതം മാറ്റപ്പെടുന്നവരെ ഈ മയക്കുമരുന്ന് ശൃംഖലയിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങളെല്ലാം വ്യാപകമാണ്. ഇതെല്ലാം മതപരിവർത്തനം കൊണ്ടും പല മാർഗങ്ങളിലും നടക്കുന്ന ഇൻഡോക്ട്രിനേഷനോടെയുള്ള ഭീകരവാദത്തിലേക്കുള്ള പോക്കാണ്. നമ്മളിതിനെ എങ്ങനെ നേരിടും?
എത്ര പേരെ നമുക്ക് ജയിലടയ്ക്കാൻ പറ്റും? എത്ര പേരെ നമുക്ക് വെടിവെച്ച് കൊല്ലാൻ പറ്റും? ഒരു ജനക്കൂട്ടം ഭ്രാന്തളകി വന്നാൽ ഒരു ജനാധിപത്യ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റും? 70% വോട്ട് നേടി അധികാരത്തിൽ വന്ന ബംഗ്ലാദേശ് സർക്കാരിൻ്റെ അനുഭവം കണ്ടില്ലേ നിങ്ങൾ? ജനക്കൂട്ടം ഒരു 50,000 പേർ ഇളകി വന്നപ്പോൾ അവിടുത്തെ ഭരണാധികാരികൾക്ക് രാജ്യം വിട്ട് വേറൊരു രാജ്യത്തിൽ നമ്മുടെ നാട്ടിൽ അഭയം പ്രാപിക്കേണ്ടി വന്നു. ജനാധിപത്യ രാജ്യങ്ങളുടെ പ്രശ്നമാണല്ലോ. ചൈന പോലെയൊക്കെ ആയിരിക്കണം. അപ്പോൾ നമുക്കിതിനെന്താണ് പരിഹാരം? ഇത്ര ജയിലടയ്ക്കൽ വേണം, ശക്തമായ നിയമങ്ങൾ വേണം, എല്ലാം വേണം. പക്ഷെ ഇതിൻ്റെ റൂട്ട് കോസ്, ഇതെവിടെ നിന്നാണോ തുടങ്ങുന്നത് അതിനെ പരിഹരിക്കാനുള്ള ഒരു പദ്ധതിയാണ് വേണ്ടത്. അവിടെയാണ് ആർഷവിദ്യാസമാജത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന. നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി വന്നതല്ല. ഒരു ശുഭപ്രതീക്ഷയുണ്ട്, ഒരു അഭയകേന്ദ്രമായിട്ട് ആർഷവിദ്യാസമാജമുണ്ട് എന്നുള്ള ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയാണ് ഈ സമ്മേളനം, അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല. നമ്മൾ പ്രശ്നപരിഹാരത്തോടൊപ്പം തന്നെ ഇങ്ങനെ വരുന്നവരെ, ഏത് തലത്തിലുള്ളവരാണെങ്കിലും, അത്ര ഭീകര മാനസികാവസ്ഥയിൽ വരുന്നവരാണവർ, ആ സമയത്ത് നിങ്ങൾ ആരോടെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും എത്രത്തോളം വിഷമം പിടിച്ച കാര്യമാണ് അവരെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത്. അവരോട് സംസാരിച്ച് തിരിച്ചു കൊണ്ടുവരുന്നു. അതുമാത്രമല്ല, ഇതിൻ്റെ കാരണം കണ്ടെത്തി പരിഹരിക്കുന്നു. അതിനുള്ള പദ്ധതി ആർഷവിദ്യാസമാജം ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് സുദർശനം. നമുക്കറിയാം, സുദർശനം എന്ന വാക്കിൻ്റെ അർത്ഥം നല്ല ദർശനം, നല്ല വീക്ഷണം, ശരിയായ ചിന്ത എന്നൊക്കെയാണ്. അതുപോലെ ഒരു സംരക്ഷണ ആയുധം കൂടിയാണ്, ധർമ്മരക്ഷയ്ക്കുതകുന്ന സംരക്ഷണ ആയുധം കൂടിയാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ വലിയൊരു ആയുധം കൂടിയാണ് സുദർശനം. നമ്മൾ അറിയേണ്ടത് നമ്മുടെ ഇന്നത്തെ ധർമ്മവിരുദ്ധ ശത്രുക്കൾ ഏതാണെന്ന് അറിയണം. ശ്രീരാമൻ്റെ കാലഘട്ടത്തിലെ ശത്രുക്കൾ നമുക്കറിയാം. രാവണൻ, കുംഭകർണൻ, പല ആൾക്കാർ നമുക്കറിയാം. ശ്രീകൃഷ്ണൻ്റെ കാലഘട്ടത്തിലെ ശത്രുക്കൾ നമുക്കറിയാം. ശകുനി, ജരാസന്ധൻ, കംസൻ, ശിശുപാലൻ, എത്രയോ ആൾക്കാർ നമുക്കറിയാം. ഇന്നത്തെ ശത്രുക്കളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവർക്ക് എല്ലാവിധ സന്നാഹങ്ങളും ഉണ്ടെന്നുള്ളതാണ്. അവരുടെ ഏറ്റവും വലിയ ആയുധം ബ്രെയിൻ വാഷിംഗ് ആണ്. അവരുടെ മക്കളിലേക്ക് സംക്രമിക്കുന്ന രീതിയിലുള്ള ബ്രെയിൻ വാഷിംഗ് ഉണ്ട് അവർക്ക്. സമൂഹത്തിലേക്ക് വ്യാപിക്കുന്ന ബ്രെയിൻ വാഷിംഗ് ഉണ്ട്. കരുതലോടെ നിന്നില്ലെങ്കിൽ നമ്മുടെ മക്കളെ മാത്രമല്ല നമ്മളെയും അങ്ങോട്ടെത്തിക്കാൻ പറ്റിയ പദ്ധതികളുണ്ട്. കംസനതുണ്ടായിരുന്നില്ല, ശിശുപാലനോ രാവണനോ ഒന്നും അതുണ്ടായിരുന്നില്ല. ചില ധർമ്മവിരുദ്ധരുടെ മക്കൾ പോലും നല്ലവരായിരുന്നു. ഇപ്പോൾ ഹിരണ്യകശിപുവിന് പ്രഹ്ലാദൻ നല്ല ആളായിരുന്നു. ജരാസന്ധൻ്റെ മകൻ സഹദേവൻ നല്ല ആളായിരുന്നു. ശിശുപാലൻ്റെ മകൻ ധൃഷ്ടകേതു നല്ല ആളായിരുന്നു. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ അവരെയൊക്കെ ഭരണം ഏൽപ്പിച്ചു. ഇന്നതല്ല. അവരുടെ മക്കളിലേക്ക് വ്യാപിക്കുന്ന തരത്തിലുള്ള പദ്ധതി, മറ്റുള്ളവരിലേക്ക് സംക്രമിക്കുന്ന തരത്തിലുള്ള പദ്ധതി എല്ലാമുള്ള അതിശക്തമായ ആയുധമുള്ള ശത്രുക്കളാണ്. ഇവരെ മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് ഈ കാലഘട്ടത്തിലെ ധർമ്മ സംരക്ഷണ പോരാട്ടം നടത്താൻ കഴിയില്ല. ശത്രുവിനെ അറിയാതിരുന്നാൽ, നമ്മളെക്കുറിച്ചും ശത്രുവിനെക്കുറിച്ചും അറിയാതിരുന്നാൽ നമ്മുടെ എല്ലാ പോരാട്ടങ്ങളും പരാജയപ്പെടും. പണ്ട് സൻസു എന്ന് പറഞ്ഞൊരു പ്രാചീന രാജ്യനിർജ്ജനുണ്ട്. സൻസു എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രസിദ്ധമായ പുസ്തകമാണ് ആർട്ട് ഓഫ് വാർ. ഈ ആർട്ട് ഓഫ് വാറിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിങ്ങളെയും നിങ്ങളുടെ ശത്രുക്കളെയും ആഴത്തിൽ പഠിക്കാത്ത ഒരു വ്യക്തി അല്ലെങ്കിൽ സമൂഹം പരാജയപ്പെടും. അവർ ഈ ലോകം നിലനിൽക്കില്ല. അദ്ദേഹം 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, നമുക്ക് നമ്മളെ അറിയില്ല, ശത്രുവിനെ അറിയില്ല. ഫലം, എല്ലാ യുദ്ധങ്ങളിലും നമ്മൾ പരാജയപ്പെടും. രണ്ടാമത് അദ്ദേഹം പറയുന്നു, നമുക്ക് നമ്മളെ അറിയാം, പക്ഷെ ശത്രുവിനെ അറിയില്ല. ചില യുദ്ധങ്ങൾ നമുക്ക് വിജയിക്കും, അത് ഭാഗ്യം കൊണ്ട്. മൂന്നാമത്, നമുക്ക് നമ്മളെ അറിയാം, ശത്രുവിനെ അറിയാം എങ്കിൽ എല്ലാ യുദ്ധങ്ങളും നമ്മൾ വിജയിക്കും. എന്ന് വെച്ചാൽ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പേ വിജയം തീരുമാനിക്കപ്പെടും അത്രേ.
ഇതൊക്കെ നന്നായി മനസ്സിലാക്കിയവരാണ് നമ്മുടെ ആചാര്യന്മാരും അവതാര പുരുഷന്മാരും. നമ്മളും മനസ്സിലാക്കണം, നമ്മളും അതേ മാതൃക പിന്തുടരണം. നമ്മളുടെ ഇന്നത്തെ ശത്രുക്കൾ 6 തരത്തിലുള്ളവരാണ്. ഒന്ന്, ആഭ്യന്തരമായി നമ്മളിൽ തന്നെയുള്ള, നമ്മുടെ എല്ലാ ദുർഗതിക്കും അധപ്പതനത്തിനും ഇടയാക്കിയ നമ്മളിൽ തന്നെയുള്ള കുറേ ശക്തികളുണ്ട്. മാമൂൽവാദം, ജാതിവൈരവാദം, അന്ധവിശ്വാസം, അനാചാരം, ദുരാചാരം, സദ്ഗുണവൈകൃതം, ആത്മീയാജീർണം, ആശയമലിനീകരണം, ഇങ്ങനെ കുറേ നമ്മളിൽ തന്നെയുള്ള പ്രശ്നങ്ങളുണ്ട്. നമ്മൾ തന്നെയാണ് പരിഹരിക്കേണ്ടത്. നമ്മുടെ നവോത്ഥാനാചാര്യന്മാരെല്ലാം പോരാടിയത് ഇതിനെതിരെയാണ്. നമ്മൾ തന്നെ പരിഹരിക്കേണ്ടതാണ്. രണ്ടാമത്തേത് ഒരു വിഭാഗം ക്രിസ്ത്യൻ വിഭാഗം നടത്തുന്ന മതമൗലികവാദ ദുഷ്പ്രചരണങ്ങളും മതപരിവർത്തനങ്ങളും. പല സംസ്ഥാനങ്ങളും മാറിക്കഴിഞ്ഞു. കേരളത്തിൽ ഇന്നത്തെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ പല സംസ്ഥാനങ്ങളും, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, അതുപോലെ മിസോറാം ഒക്കെ മാറി. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളൊക്കെ മാറിക്കഴിഞ്ഞു. ത്രിപുരയിൽ വലിയ ശക്തമാണ്. ഒറീസ ഏകദേശം അവരുടെ ഭൂരിപക്ഷമായി കഴിഞ്ഞു. ഇവിടെ നമ്മൾ നല്ല രീതിയിലാണ്. പക്ഷെ അങ്ങനെയുള്ള ചില വിഭാഗങ്ങളുണ്ട്, നല്ല ക്രിസ്ത്യാനികളുണ്ട്. ഞാനീ പറയുന്നത് ഒരു ദയവായി മനസ്സിലാക്കണം, ഒരു വിഭാഗത്തെ കടന്നാക്രമിക്കാൻ വേണ്ടിയല്ല. ചില ശക്തികൾ അവർക്കിടയിലുണ്ട്. ഇപ്പം നമ്മുടെ ഇടയിലെ ശത്രുവിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ, ഹിന്ദുക്കളുടെ ഇടയിലെ ശത്രുക്കളെക്കുറിച്ചാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അതുകൊണ്ട് ഹിന്ദുക്കളെ അടച്ചാക്ഷേപിച്ചു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പം ഇങ്ങനെയുള്ള ചില ശത്രുക്കളുണ്ട്, അവർ തന്നെയാണ് നിയന്ത്രിക്കേണ്ടത്. പക്ഷെ അവരുടെ പ്രവർത്തനങ്ങൾ നമ്മളെ ബാധിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ മുൻകൈ എടുക്കണം. അങ്ങനെയുള്ള ക്രിസ്ത്യൻ ഫണ്ടമെൻ്റലിസ്റ്റുകളുണ്ട്. മൂന്നാമത്, ഒരു വിഭാഗം മുസ്ലിം മതമൗലികവാദികൾ, അവരുടെ ഭീകരവാദ റിക്രൂട്ട്മെൻറ്റും മതപരിവർത്തനങ്ങളുമുണ്ട്. നാലാമത്, പുതിയ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ സ്യൂഡോ സെക്യുലർ, മതേതരം എന്ന് പറയും, പക്ഷേ അത് ഹിന്ദു വിരുദ്ധമാണ്. സ്യൂഡോ സെക്യുലറായിട്ടുള്ള ഭൂരിപക്ഷ വിവേചനം, ന്യൂനപക്ഷ പ്രീണനം, വോട്ട് ബാങ്ക് പൊളിറ്റിക്സ്, യാഥാർത്ഥ്യത്തെ പോലും, അവരുടെ നിലനിൽപ്പ് പോലും അപകടത്തിലാക്കുന്ന കാര്യങ്ങളെപ്പോലും തിരിച്ചറിയാതെ നിൽക്കുന്ന ഒരു വിഭാഗം രാഷ്ട്രീയ കക്ഷികൾ. ജനാധിപത്യത്തിൽ വോട്ടിന് പ്രാധാന്യമുണ്ടെന്ന് കരുതി രാജ്യത്തിൻ്റെ നിലനിൽപ്പിനും ജനാധിപത്യം വരെ അപകടത്തിലാക്കുന്ന രീതിയിൽ പോകുന്ന ചില രാഷ്ട്രീയ കക്ഷികൾ. അതിനെ നമ്മൾ കരുതിയിരിക്കണം. കുട്ടിക്കാലം മുതൽ അവർക്ക് റിക്രൂട്ട്മെൻറ്റ് ചെയ്യാൻ പല പദ്ധതികളുണ്ട്. അതിൽ മെക്കാളൈസം എന്ന് പറഞ്ഞ് പണ്ട് സംസ്കൃതിയെയും രാഷ്ട്രത്തെയും ഭാരതീയരെയും ഭിന്നിപ്പിക്കാനും തകർക്കാനും ലക്ഷ്യമിട്ടുകൊണ്ട് മെക്കാളൈസായപ്പോൾ ആവിഷ്കരിച്ചൊരു പദ്ധതിയാണ് മെക്കാളൈസം. ഇപ്പോൾ അത് പുതിയ ഭാവം കൈക്കൊണ്ടിട്ടുണ്ട്. ബ്രേക്കിംഗ് ഇന്ത്യ ഫോഴ്സസ്, കട്ടിംഗ് സൗത്ത്, ഡീപ് സ്റ്റേറ്റ്, നിരവധി കാര്യങ്ങളായിട്ട് ഇത് വളർന്ന് വികസിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ കരുതലോടെ ഇരിക്കണം. അതുപോലെ തന്നെ ധാരാളം യുക്തിവാദത്തിൻ്റെയും നിരീശ്വരവാദത്തിൻ്റെയൊക്കെ പേരിൽ അരാജകത്വവും ആരോടും കൂറും പ്രതിബദ്ധതയില്ലാതെ വളർത്താനുള്ള ശ്രമങ്ങളുമൊക്കെ ഉണ്ട്. അങ്ങനെ 6 തരം ശത്രുക്കളുണ്ട്. നമ്മുടെ ജനതയെ കുട്ടിക്കാലം മുതൽ പല വിധത്തിൽ സ്വാധീനിക്കുന്ന ഈ 6 തരം ശത്രുക്കൾക്കെതിരെയുള്ള പോരാട്ടമാണ് ഇന്നത്തെ ഏറ്റവും വലിയ ധർമ്മയുദ്ധം. പണ്ടത്തെ യുദ്ധമല്ല, ഇന്നത്തെ ഏറ്റവും വലിയ യുദ്ധം ഇതാണ്. കാരണം ഇന്ന് നമ്മുടെ മൊബൈലിലൂടെ, നെറ്റിലൂടെ വീട്ടിനകത്തിരിക്കുന്ന കുട്ടികളെ പോലും കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ ശക്തരാണവർ. ഇന്നൊരാളുമായിട്ട് കാണണ്ട, അവരുമായിട്ട് ഇടപഴകണ്ട നമുക്ക് കുട്ടികളോട് എങ്ങനെ പറയാൻ കഴിയും? അതുകൊണ്ട് ഐഡിയോളജിക്കലായിട്ട് തന്നെ നമ്മൾ ശക്തരാവേണ്ടതുണ്ട്. അതിനുള്ള പദ്ധതിയാണ് സുദർശനം പദ്ധതി. അർഷവിദ്യാസമാജത്തിന് പ്രശ്നം പരിഹരിക്കുന്നതോടൊപ്പം പ്രശ്ന കാരണത്തെ കണ്ടെത്തി നീക്കുന്ന പദ്ധതി കൂടിയുണ്ട്. അതാണ് സുദർശനം. അതുപോലെ യുഗനിർമ്മാണ പദ്ധതി എന്ന രീതിയിൽ നിരവധി പദ്ധതികൾ, ധർമ്മപ്രചാരക പദ്ധതി, ദശതല പ്രവർത്തന പദ്ധതി, സുദർശന മൃത്യുഞ്ജയൻ, പ്രവാസി മിഷൻ, IT മിഷൻ, പബ്ലിഷിംഗ് മിഷൻ, സത്സംഗ പദ്ധതി, പ്രശിക്ഷണ പദ്ധതി, നിരവധി കോഴ്സുകൾ, വിവിധ തലങ്ങൾ, വിജ്ഞാനഭാരതി സ്കോളർഷിപ്പ് പദ്ധതി, ചില സ്ഥാപന പദ്ധതികൾ, ഇങ്ങനെ നിരവധി യുഗനിർമ്മാണ പദ്ധതികളുമുണ്ട്. എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ പുസ്തകം എല്ലാവരും വാങ്ങണം, പ്രചരിപ്പിക്കണമെന്ന് മാത്രമല്ല, ഈ നൂറ്റാണ്ടിലെ, ഒരുപക്ഷെ ഈ സഹസ്രാബ്ദത്തിലെ തന്നെ ഏറ്റവും വലിയ ധർമ്മ യുദ്ധത്തിൽ, ധർമ്മ സംരക്ഷണ പോരാട്ടത്തിൽ അണിചേരാൻ നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ കൃണ്ണന്തോ വിശ്വമാര്യം ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ, ലോകം മുഴുവൻ സ്വർഗമാക്കാൻ സത്യയുഗ നിർമ്മാണത്തിനുള്ള യുഗപദ്ധതിയിലേക്കും നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സദ്ബുദ്ധി പരമേശ്വരനും ഗുരുപരമ്പരകൾ നിങ്ങൾക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു.
നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമഃ ശിവായ. ഓം ഗുരുഭ്യോ നമഃ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ജയ് ഹിന്ദ്. വന്ദേ മാതരം.